എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണേന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഇരിക്കണ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ദോശയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ചായക്കടയിലൊക്കെ കിട്ടണ പോലത്തെ ദോശയും തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് നമ്മുടെ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ സാധാരണ പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആ എടുക്കണ അതേ മെഷർമെൻറ്റിൽ തന്നെ 1 കപ്പ്, ഇപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പച്ചരി എടുക്കുക. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്. ഇപ്പോൾ ഞാൻ കപ്പ് മെഷർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് സാബുദാന, അതായത് ഇതിനെ ചവ്വരി എന്ന് പറയും, സാബുദാന ചവ്വരി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. ഈ ഒരു അളവിനാട്ടോ, 2 കപ്പ് പച്ചരിയുടെ അളവിനാണ് ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചോറാണ് എടുത്തിരിക്കുന്നത്. അവൽ വേണമെങ്കിൽ, വെള്ള ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുത്താൽ മതി. വൈറ്റ് അവൽ 1/2 കപ്പ്, അല്ലെങ്കിൽ വൈറ്റ് റൈസ് 1/2 കപ്പ്. ബ്രൗൺ റൈസിൻ്റെ ചോറ് ചേർക്കരുത്, അപ്പോൾ ഇഡ്ഡലിയുടെ കളർ മാറിപ്പോകും. അപ്പോൾ വൈറ്റ് റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ള അവൽ എടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 4-5 പ്രാവശ്യം വാഷ് ചെയ്യുക. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുതിർക്കാൻ ഒഴിച്ച വെള്ളം തന്നെ വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകി ഒരു 5 to 6 hours ഒന്ന് കുതിർത്ത് എടുക്കാം. അപ്പോൾ ഇതൊരു 6 മണിക്കൂറോളം ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്, നമ്മുടെ അരിയും ഉഴുന്നും സാബുദാനയും. അപ്പോൾ അവലാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കുതിർത്തെടുത്തോളൂ. അപ്പോൾ ശരിക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ തരി പോലെ കിടക്കും അവൽ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ അരിയും ഉഴുന്നും സാബുദാനയും ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കാം. ഈ വെള്ളം തികയാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ് ഇട്ടിട്ട് അരയ്ക്കുകയാണെങ്കിൽ മാവൊട്ടും ചൂടാവാണ്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഐസ് വാട്ടറോ എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവ് ഫെർമെൻ്റ് ആയതിനു ശേഷം ഉണ്ടാക്കണതിന് മുന്നായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. പക്ഷേ അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടിട്ട് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ മാവ് താന്നു പോകും. അപ്പോൾ ഉപ്പിട്ടിട്ട് കലക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം. ക്ലൈമറ്റിൻ്റെ അനുസരിച്ചിട്ട് അത് എത്ര സമയം എടുക്കും എന്നുള്ളത് ആ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി മാവ് ശരിക്കും പൊന്തി വന്നിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യാനേ പാടുള്ളൂ. നമ്മുടെ എണ്ണ പുരട്ടിയ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി ഇതാ നമ്മുടെ പൂ പോലത്തെ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്തോളൂ, നല്ല ചൂടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതിനെ അടർത്തിയെടുക്കാം കേട്ടോ.